ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ യൂറോപ്പ് പരിവർത്തന പാതയിൽ അഥവാ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിവിടെ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രം ലോകപ്രസിദ്ധമായ ഹാഗിയ സോഫിയാണ്. ഹാഗിയ സോഫിയെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായ കാര്യങ്ങൾ അറിഞ്ഞാലോ? ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമ്മൾ നേരത്തെ കണ്ട ഹഗിയ സോഫിയയുടെ വേറൊരു ചിത്രമാണ് ഇത്. ഇതുകൂടി ഒന്ന് നിരീക്ഷിക്കൂ. ദിസ് ഈസ് ഹഗിയ സോഫിയ, one of the important monuments in the history of the world. It was built in the 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനമൊന്ന് ശ്രദ്ധിക്കൂ. ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ഇപ്പോൾ ഇസ്താംബൂൾ ലോക ചരിത്രത്തിന്റെ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ? വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. Constantinople, the present Istanbul, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. What were the features of Constantinople? Center of knowledge, abode of scholars and a treasure trove of scholarly texts, gateway from Asia to Europe. Italy was a country that upheld the rich Greco-Roman tradition. The rich Italian traders were the patrons of art, literature and culture. These traders were keen to preserve the historical and cultural heritage. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. The Renaissance അഥവാ നവോത്ഥാനം എന്താണ് എന്ന് നമുക്കിനി പഠിക്കാം. ദി ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മെഡീവൽ പീരീഡ് വെർ സെൻറ്റേർഡ് ഓൺ റിലീജിയസ് ഇഡിയോളജി. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish, and French. The writers of this period adopted the life of the common man as the central theme of their works. The literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. Similar changes occurred in other art forms like painting and sculpture. The vision,
primarily concerned with the various aspects of human life is known as humanism. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ അഥവാ ലത്തീൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അതോടെ മതപരമായ ആശയങ്ങൾക്കു പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുണീക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. It promoted reasoning and the spirit of inquiry. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാനം സാഹിത്യത്തിൽ അഥവാ റെനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന ഭാഗമാണ്. നമുക്ക് നേരെ ആ ഭാഗത്തിലേക്ക് കിടക്കാം. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദ റെനൈസൻസ് പീരീഡ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റെനൈസൻസ്. ദ മാഗ്നം ഓപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. ദ പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ റെനൈസൻസ് റൈറ്റേഴ്സ് ആൻഡ് ദർ വർക്ക്സ് ആർ ഗിവൺ ബിലോ. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ദാന്തെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ അഥവാ ദ ദക്കാമറൻ സ്റ്റോറീസ്, സെർവാന്തെ ഡോൺ ക്യുസോട്ട്, ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഫോളി. ചുവടെയുള്ള പട്ടികയിൽ നവോത്ഥാന സാഹിത്യന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അവയ്ക്ക് നേരെയുള്ള കോളത്തിൽ അവരുടെ പുസ്തകങ്ങളുടെ പേര് എഴുതുക. പെട്രാർക്ക് സീക്രട്ടം, ദാന്തെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ, സെർവാത്തെ ഡോൺ ക്വിസ്കോട്ട്, ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഫോളി. Names of the major Renaissance writers are given in the following table. Fill up the corresponding columns with the names of their works. Petrarch, Secretum. Dante, The Divine Comedy. Boccaccio, The Decameron. Cervantes, Don Quixote. Erasmus, ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഈ ഒരു വീഡിയോയുടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.